16 കുതിരകൾക്കും വേർപെടുത്താൻ കഴിയാത്തത് എന്തായിരിക്കാം അത്? ഇതൊരു വടംവലിയുടെ കഥയാണ്. ഓട്ടോവാൻ കയറിക്കുന്ന ഒരാള് 2 കോപ്പറിന്റെ ഹെമിസ്ഫിയേഴ്സ് എടുത്തു, അത് റിംഗ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത്, എന്നിട്ട് എന്താണ് അതിന്റെ ഉള്ളിലെ എയറിനെ നീക്കം ചെയ്തു, എന്നിട്ട് ആ സ്പിയർ ആയി. അപ്പൊ ആ സ്പിയറിന്റെ എങ്ങനെയാണ് ഇരുവശത്തും 8 കുതിരകളെ വീതം കണക്ട് ചെയ്തിട്ട് ഘടിപ്പിച്ചിട്ട് വലിപ്പിച്ചു. എത്ര ശ്രമിച്ചിട്ടും ഈ 8 കുതിരകൾ 2 വശത്ത് നിൽക്കുകയാണ്, ഇരുവശത്ത് നിന്ന് എത്ര ശ്രമിച്ചിട്ടും അതാണ് അതിനെ വേർപെടുത്താൻ കഴിഞ്ഞില്ല. എന്തായിരിക്കാം കാരണം? നമ്മൾ അതിന്റെ എയറിനെ റിമൂവ് ചെയ്തായിരുന്നു, വായുവിനെ നീക്കം ചെയ്തു. അപ്പൊ അവിടുത്തെ പ്രഷർ എന്ത് സംഭവിച്ചു? പ്രഷർ കുറഞ്ഞു ഇല്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പുറത്തുള്ള വായുവിന്റെ മർദ്ദത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തെങ്ങനെയാണ്? പ്രഷർ കുറവാണ് ഇല്ലേ? ഇപ്പൊ പുറത്താണ് പ്രഷർ കൂടുതൽ. അപ്പൊ അതുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും എന്താണ് ആ കുതിരകൾ എത്ര ശ്രമിച്ചിട്ടും അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. അന്തരീക്ഷ മർദ്ദത്തിന്റെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ എക്സിസ്റ്റൻസിനെ തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഇത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പഠിച്ചിട്ടുണ്ടായിരിക്കാം കേട്ടോ. അപ്പം മനസ്സിലാക്കിയിരിക്കുക, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കുക. അറ്റ്മോസ്ഫിയർ പ്രഷർ പുറത്ത് കൂടുതലാണ്, അകത്തെ കുറവാണ് ഇല്ല. അതുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും അത് വേർപെടുത്താൻ കഴിയാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, പഠിക്കുക.